ഹേ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ ആൻഡോ വ്ളോഗ്. നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മുടെ വീട്ടിലെ കുറച്ച് മീനുകൾ വളർത്തുന്നതൊക്കെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് എല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളിവിടെ കുറച്ച് വെറൈറ്റി മീനുകളുള്ളൂ. ഗപ്പീസും അതുപോലെ തന്നെ ക്രേ ഫിഷും അങ്ങനത്തെ കുറച്ച് വെറൈറ്റി ഫിഷസ് മാത്രമേ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആ ടാങ്കിലൊക്കെ വെള്ളം മാറ്റിയിട്ട് കുറച്ച് ദിവസമായി കേട്ടോ. അപ്പം ജസ്റ്റ് ഒന്ന് വെള്ളം മാറ്റുന്ന വീഡിയോ ആണ്. അതുപോലെ തന്നെ ചെറിയ കുറച്ച് കാര്യങ്ങളും കൂടി നിങ്ങൾക്ക് അതിൽ കാണിച്ചു തരാൻ വേണ്ടിയുണ്ട്. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഫുള്ളായിട്ട് കണ്ടാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. അതുപോലെ തന്നെ വെള്ളം നമ്മൾ ക്ലീൻ ചെയ്ത് വെക്കും. കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ അതിൻ്റെ പുറം മൊത്തം ഒരുമാതിരി കിടക്കും. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് കാര്യങ്ങളെന്നും കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടിക്കോളൂ. നല്ല നല്ല വീഡിയോസായിട്ട് ആൻഡോ വ്ളോഗ് എന്ന് പറയുന്ന ഈ ചാനൽ നിങ്ങളുടെ മുമ്പിലോട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി വെള്ളം മാറ്റുന്നതും അതുപോലെ തന്നെ ഫിഷിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തും ആയിക്കോട്ടെ കമൻറ്റായിട്ട് അറിയിച്ചാൽ മതി. എല്ലാത്തിനും നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ കാഴ്ചകളിലോട്ട് പോയിട്ട് വരാം. ഗൈസ്, ഈ കാണുന്നതിലാണ് നമ്മൾ മീൻ ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ വെള്ളം മാറ്റാൻ ഉദ്ദേശിക്കുന്നത് ഈ കാണുന്ന 1 2 3 4 5 ബേസിലും 3 ബേസിലും 2 ബക്കറ്റ് ഇരിക്കുന്ന മീനിലാണ് കേട്ടോ നമ്മൾ വെള്ളം മാറ്റാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഈ കാണുന്ന ബക്കറ്റിൽ നമ്മുടെ ക്രേ ഫിഷ് ഉണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ ഇന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് എല്ലാത്തിനും വെള്ളം മാറ്റിയാലോ ഗൈസ്. അങ്ങനെ ഈ കാണുന്നതിൽ നമ്മൾ വെള്ളം മാറ്റാൻ വേണ്ടി പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നെറ്റെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഇതിൽ നമുക്ക് ഗപ്പിയുടെ കുഞ്ഞുങ്ങളാണ് നടക്കുന്നത്. ഇതിൽ ക്രേ ഫിഷ്, ഇതിൽ ഈ കുഞ്ഞിൻ്റെ പാരന്റ് സ്റ്റോക്ക്, ഇത് പ്ലാനർ റെഡ്, ഇത് പ്ലാനർ റെഡിൻ്റെ കുഞ്ഞുങ്ങൾ. അപ്പോൾ ഇത്രയാണ് ഇന്ന് കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയാണ് നമ്മൾ വെള്ളം മാറ്റാനും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ പരിപാടി തുടങ്ങാം. ഹേ ഗൈസ്, ഇതിൽ കിടക്കുന്നത് ഡാർക്ക് നൈറ്റ് ഡ്രാഗൺ എന്ന് പറയുന്ന ഒരു ഗപ്പിയുടെ കുഞ്ഞുങ്ങളാണ് കേട്ടോ. ഇതിൽ കിടക്കുന്നത് നമ്മുടെ ക്രേ ഫിഷാണ്. ഇങ്ങറ്റത്തൊരുവൻ എന്തോ പറ്റി കിടക്കുകയാണ്. അങ്ങനെയാണോ നിങ്ങൾ ചിന്തിച്ചത്? പക്ഷേ അങ്ങനെയല്ല കേട്ടോ. ഇതിൻ്റെ ഷെല്ല് ഇളക്കുന്നതാണ്. ഇതിങ്ങനെ തന്നെയാണ് ഈ മീനിൻ്റെ വെറൈറ്റി എന്ന് പറയുന്നത്. അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ഷെല്ലൊക്കെ ഇളക്കും. പിന്നെ ഞാൻ പറഞ്ഞു തന്നത് ഇതിൽ കിടക്കുന്നത് ഡാർക്ക് നൈറ്റ് ഡ്രാഗൺ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഗപ്പിയാണ് കേട്ടോ. ഇതിൽ കിടക്കുന്നത് പ്ലാനർ റെഡാണ്. അതിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇപ്പുറത്ത് കിടക്കുന്നത്. പക്ഷേ പ്ലാനർ റെഡിൽ കേപ്പ് വരാത്തതാണ്. ഇപ്പം കേപ്പ് വെറൈറ്റി അതിലൊന്നും ഇറങ്ങി, എന്താണെന്ന് അറിയത്തില്ല. ചിലപ്പോൾ പുതിയ ബ്രീഡാണെങ്കിലോ, നമുക്ക് നോക്കാം എന്തായാലും. പിന്നെ അതുപോലെ തന്നെ ഈ കാണുന്നത് വെള്ളത്തിൽ കണ്ടോ, എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ വെയിലടിച്ചാലും ഇങ്ങനെ വരുമെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. ഇതെന്താണെന്ന് അറിയത്തില്ല കേട്ടോ. ഇങ്ങനെ വന്ന് വെള്ളത്തിൻ്റെ ഒരുമാതിരി പുറത്ത് മൊത്തം എന്താണ് ഒരു ഓയിൽ കിടക്കുന്നത് പോലെ ഫുള്ള് കിടക്കുന്നത്. അറിയാമെന്നുള്ളവർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ എനിക്ക് ഉപകാരം, മറ്റുള്ളവർക്ക് ഉപകാരം. അപ്പോൾ നമ്മുടെ ഇത്രയേ ഉള്ളൂ നമ്മുടെ വെറൈറ്റി മീനെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എല്ലാം വെള്ളം മാറ്റാം. അതുപോലെ അങ്ങനെ നമ്മൾ ആദ്യം വെള്ളം മാറ്റാൻ വേണ്ടി പോകുന്നതേ നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാകും, സൂപ്പറാണ് കേട്ടോ. ഇതാണ് നമ്മുടെ വീട്ടിലെ ക്രേ ഫിഷ്. ഇവൻ ഒരുത്തം മാത്രമല്ല 4 ഉണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ കയ്യിൽ 3 ഉള്ളൂ കേട്ടോ. ഒന്ന് എങ്ങനെയോ ഡെഡായിപ്പോയി. അത് സ്വാഭാവിക, മീനുകൾ വളർത്തുമ്പോഴുള്ള കാര്യങ്ങൾ തന്നെയാണ്. അങ്ങനെ 4 പേരിൽ ഇപ്പോൾ 3 പേര് നമ്മളോടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഓരോരുത്തരുമായിട്ട് നിങ്ങൾക്ക് പിടിച്ച് കാണിച്ചു തരികയാണ്. ഇതിൽ ഒരുപാട് വെറൈറ്റി ഉണ്ട്. ക്രേ ഫിഷിൽ തന്നെ ഇഷ്ടംപോലെ വെറൈറ്റി ഉണ്ട്. കേപ്പ് വരുന്ന വെറൈറ്റി ഒക്കെ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ നമ്മളിലുള്ളത് ഈ ഒരു കളറാണ് കേട്ടോ. ഇത് വന്നിട്ട് ഓറഞ്ച് അല്ല, റെഡാണ്. ഓറഞ്ച് കളർ പോലെ ഈ ലൈറ്റിൻ്റെ ഇഷ്യൂസൊക്കെ കാരണം ഇങ്ങനെ തോന്നുന്നതാണ് വെട്ടത്തിൻ്റെ ഇതുകൊണ്ട്. സാധനം ഇത് റെഡാണ്. അങ്ങനെ നമുക്ക് 2 പിടിച്ചു. അപ്പുറത്തെ എൻ്റെ കയ്യിലിരിക്കുന്ന പൈപ്പാണ് കേട്ടോ. ആ പൈപ്പിലാണ് ഇത് പൊളിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ 3ാമത്തവനെ നമ്മളങ്ങനെ പിടിച്ചു കേട്ടോ. ഇനി നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ വെള്ളം വേണം നമുക്ക് മാറ്റാൻ. അപ്പോൾ നമ്മളങ്ങനെ 3 പേരും പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വെള്ളം മാറ്റാം. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നും എൻ്റെ ഒരു ക്രേ ഫിഷ് ഡെഡായെന്നല്ലേ. പക്ഷേ അങ്ങനെയല്ല കേട്ടോ. ഈ ക്രേ ഫിഷ് എന്ന് പറയുന്നത് അതിൻ്റെ ഷെല്ല് ഇടയ്ക്കിടയ്ക്ക് അത് ഇളക്കാറുണ്ട്. അങ്ങനെ ഇളക്കിയതിൻ്റെ ഷെല്ലാണ് ഈ കാണുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ ക്രേ ഫിഷിനെ നമ്മൾ ബേസിലോട്ട് വീണ്ടും തിരിച്ച് മാറ്റാൻ വേണ്ടി പോകണം കേട്ടോ. അങ്ങനെ നമ്മൾ ഓരോന്നിനെ നമ്മൾ പിടിക്കുകയാണ്. പിടിയരത്തൊന്നുമില്ല. യവന്മാർ ഭയങ്കര ജാടക്കാരാണ് കേട്ടോ. ഭയങ്കര ഓട്ടവും അങ്ങനെയൊക്കെയാണ്. എന്തായാലും നമുക്ക് പിടിച്ചല്ലേ പറ്റത്തുള്ളൂ. നമുക്കങ്ങനെ ഓരോരുത്തന്മാരെ നമുക്ക് പിടിക്കാമേ. അങ്ങനെ നമ്മൾ പിടിക്കാൻ നോക്കിയപ്പോൾ ഒരുത്തന്മാരും പിടിയായിരുന്നില്ല. അങ്ങനെ ഒരുത്തൻ നമ്മുടെ കയ്യിൽ വന്ന് കയറി കണ്ടോ. ഇതാണ് നമ്മുടെ ഒരു ക്രേ ഫിഷ് കേട്ടോ. നമുക്കിൻ്റെ അടുത്ത് വീണ്ടും പിടിക്കണ്ടേ. നമുക്ക് ബേസിൽ ഇട്ട് കഴിഞ്ഞാൽ അതിനെ കറക്റ്റ് പെട്ടെന്ന് കാണാൻ പറ്റത്തില്ല. അതാണ് നമ്മൾ ഈ കാണുന്ന പാത്രത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അങ്ങനെ നമ്മൾ 2ാമത്തവനെ പിടിച്ചു. ഇവന് ഒറ്റക്കാലേ ഉള്ളൂ കേട്ടോ. 2 കാലുണ്ടായിരുന്നു. അതിൽ ഒന്ന് അടിവെച്ച് ഫൈറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിവെച്ച് ഒരു കാല് പോയി. ഇനി അടുത്ത് നമുക്ക് ഒരുത്തനും കൂടെ ഉണ്ട്. ഇതിലിപ്പോൾ കിടക്കുന്നത് 2 ഫീമെയിലും 1 മെയിലാണ് കേട്ടോ. 1 മെയിൽ നമ്മൾ ഡെഡായിപ്പോയി കേട്ടോ. ഇതാണ് നമ്മുടെ ക്രേ ഫിഷ്. അങ്ങനെ നമ്മൾ ക്രേ ഫിഷിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. ഇനി നമുക്കുള്ളതാണ് ഡാർക്ക് നൈറ്റ് ഡ്രാഗൺ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഗപ്പി കണ്ടോ. ഇപ്പം നമുക്ക് മെയിൽ ആണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ മെയിലിൽ അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് അല്ലാതെ എടുത്ത് കാണിച്ചു തരാം. ഇങ്ങനെ കാണുമ്പോൾ അതിൻ്റെ കറക്റ്റ് ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അല്ലാതെ ഞാൻ കാണിച്ചു തരാം.
അടുത്ത് നമ്മൾ അതിൻ്റെ ഫീമെയിലാണ് കേട്ടോ പിടിക്കുന്നത്. എനിക്ക് ഇപ്പം ഈയിടയ്ക്ക് 23 കുഞ്ഞുങ്ങളെ തന്ന മെയിലും ഫീമെയിലുമാണ് ഇവിടെ കിടക്കുന്നത്. എനിക്ക് ഈ ഫീമെയിൽ 23 കുഞ്ഞുങ്ങൾ എനിക്ക് തന്നെ കേട്ടോ. അങ്ങനെ ഇതാണ് നമ്മുടെ മെയിലും ഫീമെയിലും. ഇനി ഇതിനെ നമുക്ക് ആ ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്തിട്ട് വന്നിട്ട് ഇതിനെ നമുക്ക് അങ്ങോട്ട് മാറ്റാം. അങ്ങനെ നമ്മൾ ബേസിനൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ട് വന്നിട്ട് ആ പായലങ്ങ് മാറ്റിയിട്ട് കേട്ടോ. ഇനി നമുക്ക് ഇതുമാരെ ഓരോരുത്തന്മാരായിട്ട് പിടിച്ചാലോ. ഇതാണ് അതിൻ്റെ ഫീമെയിൽ എന്ന് പറയുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല അതിൻ്റെ വാലായിരുന്നാലും നല്ല ഡിസൈൻ ഉണ്ട് കേട്ടോ. നല്ല പാറ്റേൺ ഉള്ള നല്ല നല്ല സാധനമാണ്, നല്ല ഐറ്റമാണ് ഈ ഡാർക്ക് നെറ്റ് ഡ്രാഗൺ എന്ന് പറയുന്ന വെറൈറ്റി എന്ന് പറയുമ്പോൾ എന്താണ് സൂപ്പറാണ് കാണാൻ കേട്ടോ. അങ്ങനെ നമ്മൾ ഫീമെയിൽ നമ്മൾ അങ്ങോട്ട് ആക്കിയിട്ടുണ്ട്. നിങ്ങൾ കറക്റ്റായിട്ട് ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് അതിൻ്റെ വാല്, ചെറിയ ഷെയ്ഡ് നിങ്ങൾ കണ്ടല്ലോ. ഇതാണ് നമ്മൾ അതിൻ്റെ ഫീമെയിൽ കേട്ടോ. ഇതാണ് നമ്മുടെ മെയിൽ എന്ന് പറയുന്നത്. പിടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരുത്തന്മാരും പിടിയെടുത്തില്ല കേട്ടോ. കണ്ടോ ഇപ്പം അങ്ങനെ പിടിയായിരുന്നു. കണ്ടോ അതിൻ്റെ വാലിൻ്റെ സൈഡിലൊക്കെ ഡിസൈൻ കണ്ടോ. നല്ല രീതിയിലുള്ള ഒരു എന്ന് വെച്ചാൽ എന്താ ഒരു തീപ്പന്തം പോലെയൊക്കെ നിൽക്കുന്നതെന്നൊക്കെ പറയാം. കണ്ടോ നല്ല രസത്തിൽ സൂപ്പർ അടിപൊളി സാധനമാണ്. അടുത്ത് നമുക്ക് ബാക്കിയുള്ളതിനെ വെള്ളം മാറ്റാം. മച്ചാന്മാരെ അങ്ങനെ നമ്മൾ അടുത്ത് വെള്ളം മാറ്റാൻ പോണത് നമ്മുടെ പ്ലാറ്റിനം റെഡാണ് കേട്ടോ. മിക്ക ബ്രീഡേഴ്സിൻ്റെ കയ്യിലും എന്ന് വെച്ചാൽ വലിയ ബ്രീഡേഴ്സ് അല്ല, കുഞ്ഞു ബ്രീഡേഴ്സിൻ്റെ കയ്യിലൊക്കെ ഈ മീൻ മിക്കവരുടെ കയ്യിലും ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ പ്ലാറ്റിനം റെഡ് എന്ന് പറയുന്നത്. എൻ്റെ കൂട്ടുകാരൻ എനിക്ക് തന്നതാണ് ഫ്രീ ആയിട്ട്. ഞാൻ പൈസ കൊടുക്കാൻ വേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അവൻ ഈ മീൻ എനിക്ക് തന്ന് ഫസ്റ്റ് കുഞ്ഞുങ്ങളിട്ടു, അത് പിടിച്ച് തിന്നു. രണ്ടാമത് കുഞ്ഞുങ്ങളിട്ടു, അത് പിടിച്ച് തിന്നു. രണ്ടാമത് എനിക്ക് ഒരു കുഞ്ഞ് കിട്ടി. അതിനെ ഞാൻ പിടിച്ച് മിക്സഡ് ടാങ്കിലങ്ങ് ആക്കി. അല്ലാതെ ഞാൻ ഒരു കുഞ്ഞിനെ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ അടുത്ത് വീണ്ടും ഇരുന്ന് ബ്രീഡിങ് വെച്ചപ്പോൾ ബ്രീഡായില്ല. ലാസ്റ്റ് ബ്രീഡിങ് എടുത്ത് മാറ്റി ഈ ഫോക്സെയിൽ എന്ന് പറയുന്ന ഈ പായലുണ്ടല്ലോ, ഈ പായ ഇടുന്ന സമയത്ത് എനിക്ക് ഏകദേശം 2 സ്റ്റെപ്പിൽ കുഞ്ഞിറങ്ങി. അങ്ങനെ കുഞ്ഞുങ്ങളെ തന്ന മഹാന്മാരാണ് യവന്മാർ കേട്ടോ. എന്തായാലും അത് സന്തോഷം. നമുക്ക് ഇനി അടുത്ത് വെള്ളം മാറ്റാനുള്ളത് നമ്മുടെ ഡാർക്ക് നെറ്റ് ഡ്രാഗൺ എന്ന് പറയുന്ന പൊടി കുഞ്ഞുങ്ങളുടെ വെള്ളമാണ് കേട്ടോ. നമുക്ക് അങ്ങനെ അത് മാറ്റാമല്ലോ. അങ്ങനെ നമ്മൾ അതിലുള്ള പായലൊക്കെ നമ്മൾ ഇങ്ങോട്ടാക്കി. പിന്നെ നമുക്ക് അല്ലാതെ നമ്മൾ അരിച്ചാണ് ഇങ്ങോട്ട് എടുക്കുന്ന കുഞ്ഞുങ്ങളെ. അല്ലാത്ത പക്ഷേ എടുക്കുമ്പോൾ നമ്മൾ പിടിയും തരത്തില്ല, ബക്കറ്റ് കിടക്കുന്ന കാരണം. അപ്പോൾ നമുക്ക് നേരെ അരിപ്പ് കൊണ്ടുവച്ച് അരിച്ചിട്ട് നമുക്ക് ഇതിലോട്ടാക്കാം. അങ്ങനെ നമ്മൾ കുഞ്ഞുങ്ങളെ ചരുവത്തിലൊക്കെ ആക്കി കേട്ടോ. ഇനി ഈ ചരുവത്തിൽ നിന്ന് നമുക്ക് ഈ കുഞ്ഞുങ്ങളെ തിരിച്ച് ബക്കറ്റിലോട്ടാക്കിയാലോ. ഓരോന്നൊന്നും പിടിച്ചിടാൻ നോക്കിയപ്പോൾ മെനക്കേടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ആ പായലിനെടുത്ത് അങ്ങോട്ട് മാറ്റിയിട്ട് നേരെ ചരുവ് എടുത്തങ്ങ് ഒരു പൊക്ക് നോക്കി നേരെ അങ്ങ് ടാങ്കിലോട്ട് അങ്ങ് ആക്കിയിട്ടോ. ടാങ്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ബേസിനായാലും ബക്കറ്റായാലും മീനിടുമ്പോൾ നമുക്ക് ടാങ്ക് തന്നെയാണല്ലോ. അങ്ങനെ നമ്മൾ അവന്മാരെ തിരിച്ച് അങ്ങോട്ടാക്കി കേട്ടോ. ഏകദേശം 23 കുഞ്ഞുങ്ങളെയാണ് നമ്മൾ അങ്ങോട്ടാക്കിയത്. ഗൈസ്, അങ്ങനെ കുറച്ച് നേരത്തെ കഷ്ടപ്പാടിന് ശേഷം നമ്മൾ ഈ കാണുന്ന എല്ലാത്തിനും വെള്ളം മാറ്റി കേട്ടോ. ഒന്നിൻ്റെ മാത്രം വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ബാക്കിയെല്ലാം നമ്മൾ വെള്ളം മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ഡാർക്ക് നെറ്റ് ഡ്രാഗൺ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഗപ്പിയുടെ കുഞ്ഞുങ്ങളുടെ വെള്ളം മാറ്റി, ക്രാബിഷിൻ്റെ വെള്ളം മാറ്റി, ഡാർക്ക് നെറ്റിൻ്റെ പാരന്റ് സ്റ്റോക്കിൻ്റെ മാറ്റി, അതുപോലെ തന്നെ നമ്മുടെ പേര് മറന്നുപോയി, പ്ലാറ്റിനം റെഡിൻ്റെ വെള്ളം മാറ്റി, അതിൻ്റെ കുഞ്ഞുങ്ങളുടെ വെള്ളവും മാറ്റി കേട്ടോ. അപ്പോൾ എല്ലാ വെള്ളവും മാറ്റി. ഇനി നമുക്ക് കൊടുക്കാനുള്ളത് ഫുഡ് കൊടുക്കുക. ഫുഡും കൂടെ കൊടുത്തതിന് ശേഷം ഫുള്ള് നമുക്ക് സെറ്റ് ചെയ്തിട്ട് വീഡിയോ അതിൻ്റെ പോയി. അപ്പോൾ നമുക്ക് നേരെ ഫുഡ് കൊടുക്കാൻ പോകാം. അച്ഛന്മാരെ ഇവരെല്ലാം ഫുള്ള് ഹാപ്പിയാണ് കേട്ടോ, ഫുള്ള് ഹാപ്പിയാണ്. നമുക്ക് ഓരോരുത്തർക്ക് വേണ്ടി കൊടുക്കാമേ. അങ്ങനെ നമ്മൾ ഡാർക്ക് നെറ്റ് ഡ്രാഗണിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അതിൻ്റെ പാരന്റ് സ്റ്റോക്കിന് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് നമുക്ക് കൊടുക്കുന്ന പ്ലാറ്റിനം റെഡാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പ്ലാറ്റിനം റെഡിന് ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് കൊടുക്കാനുള്ളത് നമ്മുടെ പ്ലാറ്റിനം റെഡിൻ്റെ കുഞ്ഞുങ്ങൾക്കാണ്. അങ്ങനെ അതിന് നമ്മൾ ഇട്ട് കൊടുത്തു കേട്ടോ. ഇങ്ങനെ അതിന് ഇട്ട് കൊടുക്കുന്ന വീഡിയോ കാണിക്കാത്ത നമ്മൾ ആ ഇടയ്ക്കിടയിൽ കാണിച്ചിട്ടുണ്ട്. ചുമ്മാ നിങ്ങൾ എന്തിനെ വെറുപ്പിക്കണേ. നമ്മൾ ക്രേഫിഷിന് കൊടുക്കുന്നത് ഞാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് കാണിച്ചു തരാം. ഇവിടെ ക്രേഫിഷിന് നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് പ്രിൻസ്വീനാണ് കൊടുക്കുന്നത്. നമ്മൾ ചെയ്യുമ്പോൾ അതിനെ പ്രിൻസ്വീൻ എടുത്തിട്ട് നല്ല രീതിയിൽ അതിനെ ബോളാക്കും. ബോളാക്കി ഇട്ട് കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് വന്ന് ഫൈറ്റ് ചെയ്ത് കഴിക്കും. ഇല്ലാത്ത പക്ഷെ നമ്മൾ കൊടുക്കുമ്പോൾ പുറത്തല്ലേ കിടക്കത്തുള്ളൂ. അങ്ങനെ വരുമ്പോൾ അത് കഴിക്കത്തില്ല. അപ്പോൾ നമുക്ക് നേരെ അതിന് കൊടുത്തിട്ട് വരാം. പക്ഷേ നമ്മളങ്ങനെ ഫുഡ് എടുത്ത് കേട്ടോ. ഇത് നമുക്ക് അതിനിട്ട് കൊടുക്കാവേ. പയ്യെ എടുക്കത്തുള്ളൂ ആശാൻ. കണ്ടോ, ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടുകൊണ്ടാണ് ആളെടുത്ത് കഴിക്കാത്തത്. ഇല്ലെങ്കിൽ കഴിക്കുമായിരുന്നു. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. അവന്മാർ കഴിക്കുന്ന കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഞാനും മിണ്ടാതിരിക്കുക, നിങ്ങൾ മിണ്ടാതിരിക്കണം. എങ്കിലേ കഴിക്കണ കാണാൻ പറ്റത്തുള്ളൂ. നമ്മളങ്ങനെ വീണ്ടും അടുത്ത് ഫുഡ് നമ്മൾ എടുത്ത് കേട്ടോ. ഇട്ട് കൊടുക്കാവേ. നമ്മളങ്ങനെ ഇട്ട് കൊടുത്തു. അപ്പോൾ എടുക്കുമ്പോൾ എന്നാണ് വിശ്വാസം. എടുത്തോളും കേട്ടോ, പയ്യെ എടുക്കത്തുള്ളൂ, അതാണ് കാര്യം. കണ്ടോ, എടുക്കാൻ വരുന്നുണ്ടോ? വീഡിയോ ക്ലിയർ കുറവാണ്. അവിടെ ഇട്ടപ്പോൾ അത് തിന്നാൻ വയ്യാതെ നേരെ ഇങ്ങ് വരെയാണ് ഇതിൻ്റെ അടുത്ത്. ഇനി ഒരു ബോളും കൂടി എടുത്ത് അതിനും കൂടി ഇട്ട് കൊടുക്കാം. നമ്മളങ്ങനെ
ഫുഡ് എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇവിടെ ഒരു തട്ടി വെച്ചിരിക്കുകയാണ്. നമുക്ക് ഇങ്ങനെ കുറച്ചെടുക്കുക, നല്ല രീതിയിൽ അതിനെ ബോളാക്കണം കേട്ടോ. അതായത് ഈ കാണുന്നത് പോലെ നല്ല രീതിയിൽ പ്രസ് ചെയ്യുമ്പോൾ അത് ബോളായിക്കോളും. നല്ല രീതിയിൽ ബോളാക്കിയതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടി. അവൻ അവിടെ നിൽപ്പുണ്ട്, നോക്കാം നമ്മൾ കഴിക്കുമെന്ന്. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടായിരിക്കും കേട്ടോ. ഒരുത്തൻ മാത്രം ഇവിടെ നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട്, അവന്മാരും കഴിച്ചോളും, കുഴപ്പമില്ല. ഹേ ഗൈസ്, അങ്ങനെ കുറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം നമ്മൾ വെള്ളമൊക്കെ മാറ്റി കേട്ടോ. ഫുള്ള് ടയേർഡായി എന്ന് പറയുമ്പോൾ ഏത് പണിയായിരുന്നാലും നമ്മൾ കഷ്ടപ്പെട്ടാൽ മാത്രമേ അതിന് റിസൾട്ട് കാണാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മൾ എല്ലാത്തിനും വെള്ളവും മാറ്റി ഫുഡും കൊടുത്തു. നിങ്ങളുണ്ടല്ലോ ക്രേ ഫിഷൊക്കെ ഫുഡ് കഴിക്കുന്നത് സെറ്റല്ലേ കാണാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ മറക്കാൻ സപ്പോർട്ട് ചെയ്തേക്കുക. അടുത്തും നല്ല ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.